പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ പല വഴക്കിൻ്റെയും കാരണം ചില ആത്മീയ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഒന്നിങ്ങനെ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മക്കളോട് പറയും, നീ പള്ളിയിൽ പോ, കുരിശ് വരയ്ക്കും, ബൈബിൾ വായിക്കാത്ത എന്നതാണ്, ധ്യാനത്തിന് പോ, എന്നിങ്ങനെ പല നിർബന്ധങ്ങളും വരുമ്പോൾ പലപ്പോഴും അത് ഇഷ്ടപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി, പിന്നെ ബഹളമായി, പിന്നെ കുരിശുവര മുടങ്ങി, ബൈബിൾ വായന മുടങ്ങി, അങ്ങനെയൊക്കെ. ഇന്നത്തെ ലേഖന ഭാഗത്ത് പത്രോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് നിങ്ങൾ ആനയിക്കണം എന്നുള്ളത്. അതിപ്പോൾ ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കൊള്ളട്ടെ, നമ്മളിങ്ങനെ പറഞ്ഞ് അത് ചെയ്യുക, ഇത് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിർബന്ധം വെക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട്, ഈ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുത്തുകൊണ്ട്, അവർക്ക് മാതൃകയായിക്കൊണ്ട് നിങ്ങൾ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കണം. ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ പിശാച് ഏറ്റവും ആദ്യം വന്ന് കാലുകുത്തുന്നത് ഒരു കുടുംബത്തിലാണ്, ഒരു ദാമ്പത്യ ജീവിതത്തിലാണ്, ആദത്തിൻ്റെ ഹവ്വായുടെയും കുടുംബ ജീവിതത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് പിശാചിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. ഈ കുടുംബ ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനായിട്ട് അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജാഗരൂകതയോടെ മുന്നോട്ട് പോവുക. ആത്യന്തികമായിട്ട് മാറ്റം വരേണ്ടത് എന്നിൽ തന്നെയാണ്. ഭാര്യ മാറാനായിട്ട് അല്ലെങ്കിൽ മക്കൾ മാറാനായിട്ട്, അവരെ നന്നാക്കാനായിട്ട് പുറകെ ഓടുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, എന്നിൽ ഒരു മാറ്റം വന്നാൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാം.